അഹിത കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വറുത്തരച്ച മീൻകറിയാണ്. ഇതിൽ മുരിങ്ങക്ക ചേർത്ത് വേണമെങ്കിലും വെക്കാം, പക്ഷെ ഞാൻ ഇടുന്നില്ല. ഒരു തക്കാളി മാത്രമേ ഇടുന്നുള്ളൂ. അതിനു വേണ്ടി ചൂര ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പൊടിയപ്പൊടിയായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളി. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ പകുതി സവാള എടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില. തേങ്ങ ഞാൻ ആദ്യമേ വറുത്ത് വെച്ചിരുന്നു. അതിൽ ഉള്ളിയും കുറച്ച് 2 കുരുമുളകും ഇച്ചിരി കറിവേപ്പിലയും ഇട്ട് അരച്ചെടുക്കാം. കറി വെക്കാനുള്ള തേങ്ങ ഞാൻ വറുത്ത് ആദ്യമേ വെച്ചിരുന്നു. അത് ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് പുളി ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച്, ഞാൻ മൺചട്ടിയാണ് അടുപ്പത്ത് വെക്കുന്നത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. കറിച്ചട്ടിയിൽ വെക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. ചൂര ഞാൻ ചെറിയ പീസായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അളവ് എത്രയാണോ ആ തരത്തിൽ വേണമെങ്കിലും എടുത്ത് കണ്ടിച്ചെടുക്കാവുന്നതാണ്. എണ്ണ ചൂടാകുമ്പോൾ 2 ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് നല്ല രുചിയും ഉള്ള, നല്ല വറുത്തരച്ച പുളിയും എല്ലാം നല്ലപോലെ പാകത്തിന് ഇടുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള വറുത്തരച്ച കറിയാണ്. ഇത് ഇന്നെടുത്തതിന് ശേഷം നാളെ വേണ്ടി വെച്ചാലും നല്ല രുചിയായിരിക്കും. പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു മീൻകറിയാണിത്. അല്ലെങ്കിൽ ചൂര വറുത്തരയ്ക്കാനും പുളിമുളകും വെക്കാനേ നല്ലതാവുള്ളൂ. തേങ്ങായും മുളകും വരച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നും കാണില്ല. എണ്ണ ചൂടായി വരുമ്പോൾ ചുവന്നുള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, 4 വെളുത്തുള്ളി, ഒരു ഇഞ്ചി, ഒരു ചെറിയൊരു കഷ്ണം, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. കറിവേപ്പിലയും നല്ലപോലെ ചേർത്തിട്ടുണ്ട്. ഉള്ളി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അരച്ചു വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം. പുളി പിഴിഞ്ഞു വച്ചിരിക്കുന്നത് കുറച്ച് ഇതിലോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറ് ഇതിലിട്ട് കുലുക്കിയതിന് ശേഷം ആ വെള്ളവും ഇട്ട് കൊടുക്കാം. ബാക്കി പുളിയും കൂടി ഇതിലോട്ട് ഒഴിഞ്ഞ്, ഞാൻ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. കുറച്ചുകൂടി വെള്ളം ആവശ്യമായി വരും. ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉപ്പ് നോക്കി ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പ് വരുമോ ഒന്ന് തിളക്കുമ്പോൾ നോക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് പുളി മാത്രമേ എടുത്തുള്ളൂ. അതുകൊണ്ട് തക്കാളി ഇട്ടാൽ കറക്റ്റ് ഇതായിട്ടിരിക്കും. നല്ലപോലെ തിളപ്പിക്കാം.
തക്കാളി ഒന്ന് പകുതി വേവുന്നത് വരെ ഒന്ന് നല്ലപോലെ മസാല തിളപ്പിച്ചെടുക്കുക. ഉപ്പും എരിവും ഒക്കെ നമുക്ക് പാകത്തിനാണോ ടേസ്റ്റ് നോക്കാം. ഉപ്പും എരിവും എല്ലാം വളരെ കറക്റ്റാണ്. നിങ്ങൾക്ക് ഇനി ഉപ്പ് കുറവായിട്ട് തോന്നിയാൽ ഇട്ട് കൊടുക്കാം. കറി ഇനി നല്ല തിളപ്പിച്ചെടുക്കാം. തിളക്കുന്നുണ്ട്. ഇനി കണ്ടിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീനിട്ടതിന് ശേഷം ഒന്ന് നല്ലവണ്ണം ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ്. കറി വേവാൻ വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്, 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മീൻ കറിയുടെ മണം വരുന്നതിന് വേണ്ടി 2 ചെറിയ പീസ് കൊറക്കാപ്പളി ഇട്ട് കൊടുക്കാം. നല്ല ഒരു ടേസ്റ്റുള്ള കറിയാണിത്. എല്ലാവരും ചെയ്തു നോക്കണേ. നല്ല ടേസ്റ്റുള്ള മീൻകറി. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് താളിച്ചെടുക്കാം. ഞാൻ താളിക്കുന്നില്ല. ഇതിൽ നല്ല എണ്ണയും എല്ലാം ഇട്ടാണ്, ചുവന്നുള്ളി എല്ലാം നല്ല മൂപ്പിച്ചാണ് ഞാൻ കറി വെച്ചത്. ഇനി താളിക്കണമെന്നില്ല. നിങ്ങൾക്ക് താളിക്കാൻ തോന്നുകയാണെങ്കിൽ താളിക്കാം, നല്ലതായിരിക്കും. തേങ്ങയിൽ ഞാൻ ആദ്യമേ എല്ലാം മഞ്ഞൾപ്പൊടികളെല്ലാം ചേർത്താണ് വറുത്തത്. അതുകൊണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാവരും ആദ്യമേ തേങ്ങ എല്ലാം സമയം കിട്ടുമ്പോൾ വറുത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് കറി വെക്കാം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി എനിക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. കറി നല്ല തിളച്ചിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ കറി നല്ല ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ മഞ്ഞ നിറമായിട്ടാണ് തോന്നുന്നത്, പക്ഷേ നല്ല കടുത്ത ബ്രൗൺ ആയിട്ടാണ് കറി ഇരിക്കുന്നത്. അത് ഈ വെളിച്ചത്തിൻ്റെ വല്ലതും ഇതായിരിക്കും. നല്ല കളറായിട്ടാണ് ഇരിക്കുന്നത്. തക്കാളിയുടെ കളറും മീനിൻ്റെ കളറും എല്ലാം കൂടി ചേർത്ത് നല്ല സൂപ്പർ കറിയാണിത്. ഇതെല്ലാവരും ചെയ്തു നോക്കണേ. ബാച്ചിലേഴ്സിനും എല്ലാം ഉണ്ടാക്കി ഒരു ദിവസം വെച്ചാൽ തിന്നാൻ പറ്റിയ കറിയാണിത്. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.